കനിഞ്ഞു നീ എന്നെ കഴുകുവാൻ. അറിഞ്ഞു ഞാൻ ചെയ്ത പാപങ്ങൾ മറന്നു കളഞ്ഞ സ്നേഹമേ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 17-ാം വാക്യം. അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ സുരക്ഷിതരാണ്, എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവിൻ. ഈ വാക്കിനകത്തൊരാകാശമുണ്ട്. ഭയപ്പെടാൻ കാരണങ്ങൾ, എന്നും ഭയപ്പെടാൻ നമുക്ക് കാരണങ്ങളുണ്ട്. നമ്മുടെ ചങ്ക് എപ്പോഴും പടപടാന്ന് ഇടിക്കത്തക്ക വിധം ചില സംഭവങ്ങൾ, ചില കെണികൾ, ചില ഭീതികൾ, ചില രോഗങ്ങൾ, ചില അപകടങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ തോബിത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു വാഗ്ദാന വചനമാണ്, ഭയപ്പെടേണ്ട, നമ്മൾ സുരക്ഷിതരാണ്. ആസ് ഫാർ ആസ് യു പ്രൈസ് ദ ലോർഡ്. നീ നിരന്തരം എന്നേക്കും ദൈവത്തെ സ്തുതിക്കും. ദൈവസ്തുതിയുടെ കാഹളധ്വനിയുടെ താഴെ നിൽക്കും അപകടവും കെണികളുമെല്ലാം. ദൈവസ്തുതിയുടെ മാമലയ്ക്ക് താഴെയാണ് ഭാരങ്ങളുടെയും വേദനകളുടെയും താഴ്വര. അതിനൊരിക്കലും ദൈവസ്തുതിയുടെ മാമലയ്ക്ക് മുകളിൽ വരാൻ പറ്റില്ല. നീ എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവിൻ. സർവ്വകണിയും പടപ്പും ഭാരവും നിന്റെ ചങ്കോരത്തിന് താഴെ വന്ന് നിൽക്കും. തോബിത്തിൻ്റെ ഈ മനോഹര വചനം നമ്മുടെ ചങ്കിലിരിക്കട്ടെ. നിങ്ങൾ സുരക്ഷിതരാണ്, എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവിൻ. നിരന്തര ദൈവസ്തുതി കൊണ്ട് കെണികളെ തോൽപ്പിക്കാൻ നമുക്കാവുമെന്ന് ജീവിതം കൊണ്ട് തിരിച്ചറിയാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകട്ടെ. ആമേൻ. രാജ്യം രാജ്യത്തിനെതിരായിടും, ക്ഷാമവും ഭൂകമ്പവും ഉണ്ടായിടും. രാജ്യം രാജ്യത്തിനെതിരായിടും, ക്ഷാമവും ഭൂകമ്പവും ഉണ്ടായിടും. വിശ്വാസത്യാഗം ചെയ്തിട്ടനേകർ പരസ്പരം ഒറ്റിക്കൊടുക്കും. വിശ്വാസത്യാഗം ചെയ്തിട്ടനേകർ പരസ്പരം ഒറ്റിക്കൊടുക്കും. പരസ്പരം ഒറ്റിക്കൊടുക്കും.